സോ ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും സേഫായിട്ടിരിക്കുകയല്ലേ? അപ്പം നമ്മൾക്ക് നമ്മുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി അധിക ദിവസമൊന്നും നമ്മൾക്ക് ഇത് ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ ഉടനെ എക്സാം മിക്കവാറും ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഈ ലോക്ക്ഡൗണിൽ നമ്മൾക്ക് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക, സ്റ്റഡീസ് നടത്തുക. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇൻട്രഡക്ഷൻ ടു ലോ എന്ന് പറയുന്ന 1A മൊഡ്യൂളിൽ 1A വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മൊഡ്യൂൾ 1A ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പോകാനേ ഉള്ളൂ. കാരണം വെച്ചാൽ അതിൽ ജസ്റ്റ് ഇൻട്രഡക്ഷൻ, ലോക്കുള്ള ഇൻട്രഡക്ഷൻ മാത്രമാണ് അതിലുള്ളൂ. അപ്പോൾ ഇതിൽ അധികം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. ആകെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോ മാത്രമാണ് ഇതിൽ നിന്ന് ഇങ്ങനെ ചോദിച്ച് വന്നാലും അതിൽ കൂടുതൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ അത്. സോ ഒരു ഷോർട്ട് ചാപ്റ്ററാണ്, നമുക്കത് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമേ തന്നെ നമ്മൾ ലോ അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ലോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ അറിയാം, ഒരു സോഷ്യൽ ലൈഫ് ഓർഡർ ചെയ്യാനും നമ്മൾക്ക് ഒരു സൊസൈറ്റിയിൽ പേടിയില്ലാതെ സോഷ്യലി സെക്യൂർഡായിട്ട് ജീവിക്കാനായിട്ട്, എല്ലാവർക്കും ഇക്വിറ്റബിൾ ആയിട്ടുള്ള ജസ്റ്റിസ് അല്ലെങ്കിൽ ഇക്വാലിറ്റി കിട്ടാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഓർഡർ കൊണ്ടുവരാൻ എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചാപ്റ്ററിൽ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഫസ്റ്റ് പാർട്ടിൽ ഇറ്റാലിക്സ് വേർഡിങ്സ്, എപ്പോഴും ടെക്സ്റ്റിൽ ഇറ്റാലിക്സ് വേർഡിങ്സ് നോക്കുക. അത് പരമാവധി അത് പഠിച്ചോളണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ സമ്മറൈസ് ചെയ്ത് വരുന്ന പോർഷനാണ് ഇറ്റാലിക് ഭാഗത്ത് കിടക്കുന്നത്. സോ ലോസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ലോ ഇതിൽ ഞാൻ ജസ്റ്റ് ബാറിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഈ ബാറിട്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം എഴുതാൻ പറ്റും. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലോ മീൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ഓഫ് കണ്ടക്ട്. നമുക്കറിയാം, ഒരു വ്യക്തി അയാളുടെ കണ്ടക്റ്റിന് അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന കുറച്ച് റൂൾസാണ് ലോസിലുള്ളത്. ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ദ സ്റ്റേറ്റ്. ആ റൂൾസ് സ്റ്റേറ്റ്, അതായത് നമ്മളുടെ ഭരണകൂടം അല്ലെങ്കിൽ ആസ് എ പീപ്പിൾ, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി റെക്കഗ്നൈസ് ചെയ്ത് അത് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറയാം. സോ അത് നമ്മളെ അംഗീകരിച്ചിട്ടുണ്ട്. ആൻഡ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ കണ്ടക്ട് ഓഫ് ദ പീപ്പിൾ, നമ്മളുടെ ജനങ്ങളെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും, ടു പ്രൊട്ടക്ട് ദ പ്രോപ്പർട്ടി ആൻഡ് കോൺട്രാക്ച്വൽ റൈറ്റ്സ്, അവരുടെ വസ്തുക്കൾ അവരുടെ കോൺട്രാക്ച്വൽ റൈറ്റ്സ്, അവരുടെ പ്രോമിസസ് അവർക്ക് ഫുൾഫിൽ ചെയ്ത് കിട്ടാൻ, അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യാൻ, ഇതെല്ലാം അതുവഴി നമ്മൾക്ക് ജസ്റ്റിസ് സെക്യൂർ ചെയ്യാനും ലൈഫ് സെക്യൂർ ചെയ്യാനും പീസ്ഫുൾ ലിവിങ്ങിനും സോഷ്യൽ സെക്യൂരിറ്റി കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്. ഡെഫിനേഷൻ ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ പോയിൻറ്റ്സ് അറിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം എഴുതാവുന്നേ ഉള്ളൂ, നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതാം. ഓക്കെ, ദെൻ ഇവിടെ ഒരു സാൽമൻ്റെ ഡെഫിനിഷൻ, ഷോർട്ട് ഡെഫിനിഷൻ ഉണ്ട്, അത് പഠിക്കുക. ലോ ഈസ് എ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ബൈ സ്റ്റേറ്റ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. എഗെയിൻ, ജസ്റ്റിസ്, നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യമേ അത് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്. റെക്കഗ്നൈസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന ബോഡി ഓഫ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബ്രാഞ്ചസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലോയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലോയിൽ നിങ്ങൾക്കറിയാം, ഇൻ്റർനാഷണൽ ലോയും മുനിസിപ്പൽ ലോ എന്ന് പറഞ്ഞ ബേസിക് ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് നേഷൻസ് തമ്മിലുള്ള റിലേഷൻസ് ആണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. മ്യൂച്വൽ ആ നേഷണൽ ഡിഫറെൻറ്റ് ഇൻ്റർ റിലേഷൻഷിപ്സ്, അതിൽ വരുന്ന കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ ലോയിൽ മെൻഷൻ ചെയ്യുന്നത്. അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും, പബ്ലിക് ലോ ആൻഡ് പ്രൈവറ്റ് ലോ. പബ്ലിക് ലോ എന്ന് പറയുമ്പോഴത്തേക്കും നേഷൻസിൻ്റെ റിലേഷൻഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡി ഓഫ് റൂൾസാണ് പബ്ലിക് ലോയിൽ ഉണ്ടാകുന്നത്. ദെൻ പ്രൈവറ്റ് ലോ എന്ന് പറയുമ്പോഴത്തേക്കും ആ നേഷൻസിൻ്റെ ഉള്ളിലുള്ള പ്രൈവറ്റ് സിറ്റിസൻസിൻ്റെ റൈറ്റ്സിനെ ഗവേൺ ചെയ്യുന്ന അല്ലെങ്കിൽ റൈറ്റ്സിനെ മെൻഷൻ ചെയ്യുന്ന ലോസാണ് പ്രൈവറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പം അത് ഒരു ഫോറിൻ എലമെൻറ്റ്സ് ഫസ്റ്റിൽ സെൻറ്റൻസിൽ പറയുന്നത്, ദാറ്റ് പാർട്ട് ഓഫ് ലോ ഓഫ് സ്റ്റേറ്റ് വിച്ച് ഡീൽസ് വിത്ത് കേസസ് ഹാവിങ് എ ഫോറിൻ എലമെൻറ്റ്. സോ ഡിഫറെൻറ്റ് നേഷൻസിൻ്റെ ഉള്ളിൽ ഉള്ള പ്രൈവറ്റ് സിറ്റിസൻസിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിനെ ആണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. സോ അവർക്ക് ഇൻ്റർ റിലേഷൻഷിപ്പാണ്, രണ്ട് കൺട്രീസ് തമ്മിലുള്ള കാര്യമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുമ്പോഴത്തേക്കും. സോ റിലേഷൻഷിപ്പ് അമംഗ് നേഷൻസ്.
സോ ആ 2 രാജ്യങ്ങളിലെ ആൾക്കാരുടെ പ്രൈവറ്റ് സിറ്റിസൺസിൻ്റെ റൈറ്റ്സിനെ ആയിരിക്കും പ്രൈവറ്റ് ലോ ബാധിക്കുന്നത്. മറ്റേത് ഗവേൺസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നേഷൻസ്. ആ നേഷൻസ് പാലിക്കേണ്ട റൂൾസും റെഗുലേഷൻസും ആണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പറയുന്ന മുനിസിപ്പൽ ലോ ആണ്. നെക്സ്റ്റ് പേജിൽ മുനിസിപ്പൽ ലോ. സോ മുനിസിപ്പൽ ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നാഷണൽ, ഡൊമസ്റ്റിക് ആൻഡ് ഇൻറ്റേർണൽ ലോ ഓഫ് എ സോവറൈൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ലോ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. അത് മെൻഷൻ ചെയ്യുന്നത് ഇൻ്റർ നേഷൻസിൻ്റെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇവിടെ ഒരു കൺട്രിയുടെ ഉള്ളിലുള്ള കാര്യം അല്ലെങ്കിൽ ഒരു നേഷൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് മുനിസിപ്പൽ ലോ മെൻഷൻ ചെയ്യുന്നത്. സോ ഇതിന് അഗെയിൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മുനിസിപ്പൽ ലോയെ നമ്മൾ മുനിസിപ്പൽ പബ്ലിക് ലോ എന്നും അതുപോലെ മുനിസിപ്പൽ പ്രൈവറ്റ് ലോ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ മുനിസിപ്പൽ പബ്ലിക് ലോ എന്ന് പറയുമ്പോഴത്തേക്കും അത് റെഗുലേറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് സബ്ജക്ട്സ്. ഇറ്റ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പീപ്പിളാണ്. ആ നേഷനിലെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലെ ആൾക്കാരും ആ സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെഗുലേറ്റ് ചെയ്യുന്ന ലോയാണ് മുനിസിപ്പൽ പബ്ലിക് ലോ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ പ്രൊവൈഡ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഓർഗാൻസ് ഓഫ് ദി സ്റ്റേറ്റ്. ഓർഗാൻസ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ആണ് ഉദ്ദേശിക്കുന്നത്, ഡിഫറെൻറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോ അതിനെയും അതിൻ്റെ സ്ട്രക്ചറിനെയും ഫങ്ഷനിങ്ങിനെയും റെഗുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇതിനെ അഗെയിൻ നമ്മൾ ത്രീ കാറ്റഗറി ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആണ്. നമുക്കറിയാം നമ്മുടെ സുപ്രീം ലോ ഓഫ് കൺട്രിയാണ്, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. ഇനി രണ്ടാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ ഫങ്ഷൻസ്, അവരുടെ പവേഴ്സ് ഇതെല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് അതിൽ. ദെൻ ക്രിമിനൽ ലോ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊഹിബിറ്റഡ് ആക്ട്സിന് വേണ്ടിയിട്ടാണ്, ഒഫൻസ് പോലുള്ള ക്രൈംസ് പോലുള്ള അതിന് വേണ്ടിയിട്ടുള്ള ലോസ് ആണ്. ജനറലി ഡീൽസ് വിത്ത് ആക്ട്സ് വിച്ച് ആർ പ്രൊഹിബിറ്റഡ് ബൈ ലോ. സോ അതിൽ പണിഷ്മെൻറ്റ്സ്, ക്രിമിനൽ ഒഫൻസസിനുള്ള പണിഷ്മെൻറ്റ്സും കാര്യങ്ങളായിരിക്കും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ഇനി മുനിസിപ്പൽ പ്രൈവറ്റ് ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൊസൈറ്റിയുടെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് എവരിഡേ ലൈഫ്, അവരുടെ എംപ്ലോയ്മെൻറ്റ്, പീപ്പിളിൻ്റെ എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, അവരുടെ പ്രോപ്പർട്ടി, അവരുടെ ഫാമിലി, ലേബർ ലോസ്, കമേഴ്ഷ്യൽ ലോസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, കോൺട്രാക്ട് ലോ, നമ്മുടെ കോൺട്രാക്ട് ലോ എല്ലാം മുനിസിപ്പൽ പ്രൈവറ്റ് ലോസിൽ മെൻഷൻ ചെയ്യുന്നതാണ്. ഇനി അതും അഗെയിൻ സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പേഴ്സണൽ ലോ. പേഴ്സണൽ ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് ഡീൽ ചെയ്യുന്നത്. പേഴ്സണൽ ലോ ഇസ് എ പാർട്ട് ഓഫ് ലോ ദാറ്റ് ഡീൽസ് വിത്ത് ലോ റിലേറ്റിംഗ് ടു മാരേജ്, ഡൈവേഴ്സ്, സക്സഷൻ, ഇതെല്ലാം നമുക്കറിയാം. സോ മാരേജും ഡൈവേഴ്സും അല്ലെങ്കിൽ സക്സഷൻ ഇതെല്ലാം നമ്മൾക്ക് പ്യുവർലി പേഴ്സണൽ ഫാമിലി അഫെയർസ് ആണ്. സോ ഇതെല്ലാം റിച്വൽസിനെയും അല്ലെങ്കിൽ റിലീജിയനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ മുസ്ലിംസിൻ്റെ സക്സഷൻ ലോ ആയിരിക്കില്ല ഹിന്ദുസിനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മാരേജിൻ്റെ ലോസ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ പേഴ്സണൽ ലോസിന് റിലീജിയസ് വൈസ് അല്ലെങ്കിൽ റിച്വൽ വൈസ് ഡിഫറൻസ് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി ലോ ആണ്. പ്രോപ്പർട്ടി ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഡീൽസ് വിത്ത് ഓണർഷിപ്പ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ഇതെല്ലാം അതിൻ്റെ ആ ലോസിൻ്റെ എക്സാമ്പിളാണ്. സോ ഇത്ര ഓർത്താൽ മതി. പ്രോപ്പർട്ടി ലോ എന്ന് പറയുമ്പോൾ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിനെ റിലേറ്റ് ചെയ്യുന്ന അതിനെക്കുറിച്ചുള്ള പ്രൊവിഷൻസ്, അതിൻ്റെ ലോസ് ഇതെല്ലാം മെൻഷൻ ചെയ്യുന്ന റൂൾസാണ് അതിൽ പറയുന്നത്. ഇനി തേർഡ് പറയുന്ന ലോ ഓഫ് ഒബ്ലിഗേഷൻ ആണ്, അതായത് ലോ ഓഫ് കോൺട്രാക്ട്. ഒബ്ലിഗേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലോ ഓഫ് കോൺട്രാക്ട് ആണ്. നമ്മളിനി ഡീറ്റെയിലി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ലോ ഓഫ് കോൺട്രാക്റ്റിൽ പറയുന്നത്. അതായത് ഒരാളോട് ഒരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എഗ്രിമെൻ്റ് പ്രകാരം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലൊരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അവർക്കിപ്പോൾ ഒരു കോൺട്രാക്ട് ഫോം ചെയ്യാനുള്ള വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡിഫറെൻറ്റ് പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം മെൻഷൻ ചെയ്യുന്ന ഒരു ലോയാണ് ലോ ഓഫ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്, കോൺട്രാക്ട് ഓഫ് ലോ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇത്രയേ ഉള്ളൂ ലോയുടെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇതങ്ങനെ ചോദിച്ച് കാണാത്തൊരു ഏരിയ ആണ്. എന്നാലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് ഇമ്പോർട്ടൻസ് അല്ലാത്ത പോർഷൻസിൽ നിന്നും, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയാത്ത പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്നും വെറുതെ വിടണ്ട, എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് പഠിച്ചു വെച്ചോളണം. ഇനി മെർക്കൻറ്റൈൽ ലോ, ബിസിനസ് ലോ, കമേഴ്ഷ്യൽ ലോ എന്ന് പറയുന്ന പാർട്ടിലേക്ക് പോവുകയാണ്. ഇതിൽ നമുക്ക് കാര്യമായിട്ടില്ല മെർക്കൻറ്റൈൽ ലോ എന്താണെന്നുള്ളത് നോക്കിയാൽ മതി. മെയിൻലി മെർക്കൻറ്റൈൽ ലോ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ലോ, ബിസിനസ് ലോ എന്ന് പറയുമ്പോഴത്തേക്കും അത് ട്രേഡ്, ഇൻഡസ്ട്രി, കൊമേഴ്സ് ഇതിനെ റിലേറ്റ് ചെയ്യുന്ന ലോസിനെയാണ്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബ്രാഞ്ച് ഓഫ് സിവിൽ ലോ വിച്ച് connects with the trade, industry and commerce.
സോ ഈ 3 കാര്യങ്ങളെയും ബാധിക്കുന്ന ലോസിനെയാണ് നമ്മൾ മെർക്കൻറ്റൈൽ ലോ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡെഫിനേഷനും കൊടുക്കേണ്ടത് അത് തന്നെയാണ്, സെയിം വേർഡിങ്സ് തന്നെയാണ്. ഇനി ഇമ്പോർട്ടൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെർക്കൻറ്റൈൽ ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് കൊടുക്കുന്നുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഒന്ന്, ബ്രിങ്സ് ഡെഫിനിറ്റ്നെസ് ഇൻ ദ കമേഴ്ഷ്യൽ ഡീലിങ്സ്, ദാറ്റ് ഈസ് അക്യുറസി കൊണ്ടുവരാനായിട്ട്. കമേഴ്ഷ്യൽ ഡീലിങ്സ് രണ്ടുപേര് തമ്മിലുള്ള ട്രേഡ് റിലേഷൻസ് അക്യുറേറ്റ് ആവാനും പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിറ്റർമിൻസ് വാലിഡിറ്റി ഓഫ് എ കോൺട്രാക്ട്. നമ്മൾ പറയുന്ന കോൺട്രാക്റ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോൺട്രാക്റ്റ് നമ്മൾക്ക് വാലിഡ് എന്ന് പറയാനും അത് കോർട്ട് വഴി അല്ലെങ്കിൽ ലോയിൽ എൻഫോഴ്സ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ്, ഇറ്റ് ഡീൽസ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ്. ദാറ്റ് ഈസ് പല ടൈപ്പ് കോൺട്രാക്ട്, അതായത് കോൺട്രാക്ട് ഓഫ് ഏജൻസി, കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. ഈ പറയുന്ന പല കോൺട്രാക്ട്സിനെ ഡീൽ ചെയ്യാനായിട്ട് മെർക്കൻറ്റൈൽ ലോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ്, സെർവ്സ് ആസ് എ വെഹിക്കിൾ ഓഫ് സോഷ്യൽ ചേഞ്ച്. സോ സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാനായിട്ട്, ദാറ്റ് ഈസ് ഇക്വാളിറ്റി കൊണ്ടുവരാനായിട്ട്, എല്ലാവർക്കും ലോ ബാധകമാകുമ്പോൾ തന്നെ പണക്കാർ, പാവപ്പെട്ടവർ, അല്ലെങ്കിൽ പുവർ, റിച്ച് സെക്ഷൻസ്, അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഈക്വലായിട്ട് ലോ ഫോളോ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഒരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാനും സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ സോഷ്യൽ ഓർഡർ കൊണ്ടുവരാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ 3 പോയിന്റ്സും കൂടി ഒരുമിച്ച് പറഞ്ഞാണ്, അതങ്ങനെ കണക്റ്റഡ് ആണ്. ഇനി ലാസ്റ്റ് പറയുന്ന 7th പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽസിൻ്റെ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾക്ക് ലോയെ പേടിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും സ്വയം കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ സോ ഇറ്റ്സ് റെഗുലേറ്റ്സ് അവർ ആക്ടിവിറ്റീസ്. സോ ഇത്രയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ പോയിന്റ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമുക്കത് എസ്സേസ് ഒക്കെ വരുമ്പോഴത്തേക്കും മെൻഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ലാസ്റ്റ് പോർഷൻ, ഈ ഒരു ഷോർട്ട് ടോപ്പിക്കിന് ലാസ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് സോഴ്സസ് ഓഫ് മെർക്കൻറ്റൈൽ ഓർ ബിസിനസ് ലോ ആണ്. ഈ ബിസിനസ് ലോയുടെ സോഴ്സസ് നമ്മൾ പറഞ്ഞു. മെർക്കൻറ്റൈൽ ലോ നമ്മൾക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ നമ്മൾ ബോറോ ചെയ്താണ്, വെസ്റ്റേൺ കൺട്രീസിൽ നിന്നെല്ലാം ബോറോ ചെയ്താണ് മെർക്കൻറ്റൈൽ ലോയും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾക്ക് അതിൻ്റെ മിക്ക ലോസിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ മെയിൻ സോഴ്സസ് ഓഫ് ഇന്ത്യൻ മെർക്കൻറ്റൈൽ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോയാണ്. ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോയിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോഴും സംശയങ്ങളും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും മെർക്കൻറ്റൈൽ ലോ, ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ നമ്മൾ നോക്കാറുണ്ട്, റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോയുടെ സോഴ്സസ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതായത് ഈ പോർഷനിൽ, ദാറ്റ് ഈസ് കോമൺ ലോ ഓഫ് ഇംഗ്ലണ്ട്, ലോ ഓഫ് മർച്ചന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വിറ്റി, സ്റ്റാറ്റ്യൂട്ട് ലോ, ഇതെല്ലാം ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോയുടെ സോഴ്സസ് ആണ്. ആ സോഴ്സസ് യൂസ് ചെയ്ത് ഫോം ചെയ്ത ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോയിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ്. ദെൻ സെക്കൻഡ് സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോസ് ആണ്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോസ്, അതായത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ആക്ട്സിൽ നിന്നും, പല ആക്ട്സിൽ നിന്നും, എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോൺട്രാക്ട് ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, അതിൽ നിന്നെല്ലാം നമ്മൾ ലോസ് ബോറോ ചെയ്തിട്ടുണ്ട്. പിന്നെ ജുഡീഷ്യൽ ഡിസിഷൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ദാറ്റ് ഈസ് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള വിധികൾ, ജുഡീഷ്യൽ ഡിസിഷൻ, ജഡ്ജ്മെൻറ്റ്സ്, റെയറായിട്ടുള്ള കേസസ് വരുമ്പോൾ അത് എങ്ങനെ ആ സമയത്ത് അവർ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് കൊടുത്തു, അങ്ങനത്തെ കാര്യങ്ങൾ, ആ ജുഡീഷ്യൽ ഡിസിഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി കസ്റ്റംസ് ആൻഡ് യൂസേജസ് എന്ന് പറയുന്ന പോയിൻ്റാണ്. ദാറ്റ് ഈസ് ഓരോ നാടിൻ്റെയും കസ്റ്റംസ് അല്ലെങ്കിൽ അതിൻ്റെ ട്രേഡ്, അവരുടെ ട്രേഡ് ഡീലിങ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ലോ ഫോം ചെയ്യാനായിട്ട് അതിൻ്റെ ബേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കസ്റ്റംസ് ആൻഡ് യൂസേജ് ഓഫ് ട്രേഡ്, അതും നമ്മൾക്ക് ഒരു മെർക്കൻറ്റൈൽ ലോ, ഇന്ത്യൻ മെർക്കൻറ്റൈൽ ലോ ഫോം ചെയ്യാനുള്ള സോഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം 1-2 സെൻറ്റൻസ് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി ഇതിനെക്കുറിച്ച്. ആൻഡ് ലാസ്റ്റ് പോർഷനിൽ അതർ ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ട്രേഡ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഡീലിങ്സ് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ആക്ടുകളുടെ പേര്. ഈ പറയുന്ന ആക്ടുകളും അതിൻ്റെ ഇയറുകളും ഇതെല്ലാം നമ്മൾക്ക് PSC എക്സാംസിനും ഒക്കെ ചോദിക്കുന്നതാണ്. നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഡിഗ്രി സ്റ്റുഡൻസ് ആണ്, സോ അറിഞ്ഞിരിക്കുക ബിസിനസ് റെഗുലേഷൻസ്, ബിസിനസ് റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സിനെ ബാധിക്കുന്ന ആക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കാനായിട്ട് പേരുകളൊന്ന് വായിച്ചു പോവുക. സോ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് മൊഡ്യൂൾ ഷോർട്ട് മൊഡ്യൂളാണ്, എന്നാലും അതൊരു 15 മിനിറ്റ്സ് എടുക്കുന്നുണ്ട് വീഡിയോ. സോ അപ്ലോഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, ഇട്ട് നോക്കട്ടെ. സോ ഡൗട്ട്സ് എന്തെങ്കിലും ഈ പറയുന്ന, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു പോർഷൻ നോക്കിയിട്ട് വേണം വീഡിയോ
വീഡിയോ വായിക്കാൻ. വീഡിയോ കേട്ടിട്ട് സമ്മറീസാണ് നമ്മൾ പറയുന്നത്, റിവിഷൻ ആയതുകൊണ്ട്. സോ കേട്ടിട്ട് ക്ലാരിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾ ഓൺലൈൻ ഡൗട്ട്സ് ഇട്ടോളൂ, അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഇനി അങ്ങോട്ട് ഒരു റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് വീക്കിലി ടാസ്ക് ഉണ്ടാവും, ആ ടാസ്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇൻറ്റേർണൽ മാർക്സ് ഇടുക. ഓക്കെ, താങ്ക് യു.